This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for education. യാ മോനെ പറന്ന് ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു സൈക്കോത്തരമാണ്. അതായത് നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ പന്തലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ടർപ്പായില്ല, പന്തലെട്ടാനും വേലി കെട്ടാനും അതുപോലെ തന്നെ ഷെഡുകളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ടർപ്പായ വെച്ചിട്ട് ഒരു സൈക്കോത്തരം, അതായത് പാരച്യൂട്ട് ഉണ്ടാക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലോട്ട് പോണക്കാട്ട് മുമ്പ് കിടലും ഗെയിം പരിചയപ്പെടുത്തരാം. ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ലുഡോ എന്ന് പറയുന്നത് സാധാരണ ലുഡോ അല്ല, ലുഡോ സിംഗ് എന്നാണ് പേര്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് പേടിഎം ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. എല്ലാ ദിവസവും 1 മിനിറ്റിൽ പേടിഎം ക്യാഷ്. അടിപൊളിയല്ലേ? ഇതിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. അതായത് 1-on-1 ബാറ്റിലായിട്ട് കളിക്കുക, ബാക്കിയുള്ള 2 പേര് റാൻഡംലി സെലക്ട് ആവും. പിന്നെ അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് കളിക്കുക. പിന്നെ നമ്മൾ സാധാരണ കളിക്കുന്ന പോലെ 1 പ്ലെയർ 2 പ്ലെയർ ഒക്കെ ആയിട്ട് കളിക്കുക. അപ്പൊ ഇനി മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 1 രൂപ ആകുമ്പോൾ തന്നെ നമുക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വീഡിയോയിലോട്ടോ പാരച്യൂട്ട് വെച്ചാൽ ഒറിജിനൽ ജസ്റ്റ് ഒരു ട്രൈ, അതുപോലത്തെ ഒരു ഷേപ്പ് വരുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പറക്കാൻ പറ്റുമോ എന്നുള്ള ട്രൈ. അതായത് 99 അല്ലെങ്കിൽ 97% ഫെയിൽ ആവാനും അതുപോലെ 3% മാത്രം സക്സസ് ആവാൻ ചാൻസ് ഉള്ളൂ. അത്രയും റിസ്ക് പിടിച്ചതും അതുപോലെ തന്നെ ഡേഞ്ചർ ഉള്ള കാര്യമാണ്. ആരും ചെയ്ത് നോക്കരുത്. നമ്മൾ ഇതൊരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. കാരണം ഭയങ്കര ഡേഞ്ചർ ആണ്, അതുപോലെ തന്നെ ഭയങ്കര റിസ്ക് പിടിച്ച സംഭവമാണ്. അപ്പോൾ ആരും ഇതുപോലെ ചെയ്ത് നോക്കരുത്. നമ്മൊരു വീഡിയോ പർപ്പസിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസ് എക്സ്പെരിമെന്റ് എന്നുള്ള രീതി മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. പാരച്യൂട്ടിന്റെ ഇതിന്റെ കമ്പാരിസന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ആരും ചെയ്ത് നോക്കരുത്. അതുപോലെ ഞാനും എൻ്റെ വാപ്പയും എൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ ഈ പാരാഗ്ലൈഡിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനും കൂടെ നമ്മളൊപ്പം ഉണ്ട്. ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് നമ്മിങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണത് തന്നെ. അപ്പോൾ ആരും ഒരിക്കലും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കരുത്, ഭയങ്കര ഡേഞ്ചർ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടല്ല ഫുള്ളായിട്ട് കാണട്ടോ, ഫണ്ണായിരിക്കും. കാരണം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം എന്ത് സംഭവിക്കും എന്ന് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ പറക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടോ വാ. എങ്കിലും ആരിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനും എൻ്റെ ചാനലും ഒരു തരത്തിലും ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ഇതപ്പോലെ നമ്മ ടെർപ്പായേയും അതുപോലെ തന്നെ അതിന് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശബ്ദം എന്താറുണ്ടെന്ന് അറിയില്ല, കാരണം കടലിലെടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ലോണം അതിന്റെ കാറ്റിന്റെ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചാലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ടെർപ്പായൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിലത്ത് വിരിച്ചിട്ട് നമുക്ക് ഓരോ സൈഡിലായിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്കപ്പോൾ നിലത്ത് വിരിക്കുന്ന സംഭവം അപ്പൊ നമ്മളെ കൂട്ടുകാരും കൂടി ഉണ്ട്, സിയാൻ. നമ്മളെ കഴിഞ്ഞ മുമ്പത്തെ കുറച്ച് വീഡിയോകളിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാതിരിക്കുന്നേ അത് നിർത്തിയപ്പോ തന്നെ നല്ല രീതിയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് സാധനം. ഇതിപ്പോ നമുക്ക് ഇത് കെട്ടാൻ വേണ്ടിട്ട് കയറെടുത്തിട്ട് ഇങ്ങനത്തെ കയറെടുത്തേക്കുന്നത്. അപ്പൊ മൊത്തം 14 പീസാണ് എടുത്തിട്ടുള്ളത്. കെട്ടിട്ട് എല്ലാ ഭാഗം കൂടി കെട്ടാം. അപ്പൊ ഞാനും എന്റെ വാപ്പയും സിയാനും കൂടിയാണ് കയറൊക്കെ കെട്ടി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാ ഭാഗം കെട്ടിക്കഴിഞ്ഞിട്ട് ഇനി എല്ലാ ഭാഗം കൂടി പിടിച്ചിട്ട് നമുക്ക് ട്രെയിനിലുള്ള സംഭവങ്ങൾ തുടങ്ങാം. ഈ ടൈമിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കാറ്റുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നൈസായിട്ട് പൊന്തനുണ്ട്. വെറുതെ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ നൈസായിട്ട് ടർപ്പായ പൊന്തനുണ്ട്. അപ്പൊ ഇനി കാറ്റ് പോയുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ കാറ്റുള്ള ആരും ജസ്റ്റ് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ തന്നെ പൊന്തനുണ്ട്. ഇനി അങ്ങോട്ട് എന്താവും അറിയാൻ പറ്റില്ല. പൊന്താൻ ചാൻസ് വളരെ കുറവാണ്. എങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ടർപ്പായം കൊണ്ട് വന്നേക്കണത് തന്നെ. അപ്പോൾ ഇതേ ഇപ്പോൾ കണ്ട വെറുതെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊന്തലുണ്ട്. ഇനി നമ്മളെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് താങ്ങാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്ക് ട്രൈ അടിച്ച് നോക്കാം. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കയറ് രണ്ടിടത്തും പിടിച്ചിട്ട് ഓടി നോക്കണ്ട് പൊന്തോന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബാഗിൽ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന പഴയ ബാഗ് ഒരെടുത്തിട്ട് 2 വശത്ത് കെട്ടിയിട്ടൊന്ന് ട്രൈ അടിക്കുക. ഇതപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 2 വശത്തെന്ന് പറഞ്ഞ വേറെ വള്ളികൾ കെട്ടി വെക്കാൻ പോണ്. നമ്മൾ നല്ല രീതിയിലാണ് കയറ് കെട്ടണത്. ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ അത്രത്തോളം സ്ട്രോങ് കാര്യങ്ങൾ തോന്നൂല. കാരണം അഴിഞ്ഞു പോയി റിസ്ക് എടുക്കണ വെച്ചിട്ട് നമ്മൾ അഴിക്കാൻ തന്നെ നല്ല പാടുപെടുന്ന രീതിയിലാണ് നല്ല രീതിയിൽ കെട്ടണത്. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് പോയേക്കണ ചേട്ടനുള്ള കാരണം ആൾക്കറിയാം. എങ്കിൽ കൂടി ടർപ്പായ ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ലാത്താലും വീഡിയോ എടുത്തില്ല. അപ്പോഴും എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ സാധാരണ ടർപ്പായും അതുപോലെ തന്നെ പാരച്യൂട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും നോക്കിയാൽ തന്നെ അറിയാം ഒരിക്കലും പൊന്തില്ല എന്നുള്ള ടർപ്പായ. അപ്പം എങ്കിലും ജസ്റ്റ് നമ്മളെ ഒരു ട്രൈ എന്ന് മാത്രമേ നമ്മൾ ഇതിന് പറയണുള്ളൂ. ജസ്റ്റ് നോക്കിക്കോട്ടോ, ഈ ഒരു ഭാഗത്ത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടർപ്പായ മാത്രം പൊന്തിയിട്ട് കുഴപ്പമില്ലാണ്ട് പൊന്തിയിട്ടുണ്ട് ടർപ്പായ.
അപ്പോൾ നമ്മൾ ഇനിയും ട്രൈ ചെയ്യാണ്. അതായത് എപ്പോൾ പൊന്തണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഷോട്ടും നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട്. എങ്കിലും കുറച്ച് നല്ല ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ട്രൈ ചെയ്ത് സംഭവം കൺട്രോളിൽ കിട്ടണമെങ്കിലും സാധനം ബാക്ക് പൊന്തണുണ്ട്. കൺട്രോളിൽ കിട്ടണ നല്ല നോക്കി വെക്കാം. ജസ്റ്റ് ഒന്നുകൂടി നമ്മളെ സാധാ മണ്ണിൽ ഓടാർക്കാട്ട് നല്ല പാടർ കടപ്പുറത്തെ മണ്ണിൽ ഓടാന്നുള്ള അറിയാം. അതുകൊണ്ട് തന്നെ നല്ല സീനാണ് ഓടാൻ. നല്ല കാല് പെട്ടെന്ന് കിഴക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത് ടർപ്പായുടെ വെയിറ്റ് താങ്ങി ഓടാൻ ഒട്ടും പറ്റണില്ല. അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം എന്നാലും നമ്മൾ കുറേ ട്രൈ അടിച്ചിട്ടുണ്ട്. പൊന്തോ അത് പൊന്തിക്കഴിഞ്ഞാൽ പെടായിരിക്കും. പൊന്താണ്ട് തന്നെ കുറേ നോക്കുന്നുണ്ട്. ഈ ഒരു ഷോട്ട് ഓൻ്റെ പൊന്നെ ഏറ്റവും കൂടുതൽ പൊന്തിയൊരു ഇത്, അതായത് എന്നെ ബാക്കോട്ട് വലിച്ച് ഈ ഒരു കാറ്റിൻ്റെ പവർ കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കാൻ തന്നെ ബാക്കോട്ട് സ്റ്റെക്കാക്കി നിർത്തി ഞാൻ വീഴാൻ പോയി ആ ഒരു ഭാഗത്ത്. എനിക്ക് എന്തായാലും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഉള്ളിൽ നല്ല പേടി ഉണ്ടായി. അപ്പോൾ എന്തായാലും ഞാൻ ഇനി മേലിൽ ഇത് ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും ചെയ്ത് നോക്കരുത്. നമ്മുടെ ലൈഫിന് തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറേ ട്രൈ ചെയ്ത് സംഭവം ഇങ്ങനെ ചെറുതായിട്ട് ടർപ്പായ പൊന്തുണ്ട്. പക്ഷെ നമ്മളെ കൂടി പൊക്കാനുള്ള പവറും കാര്യങ്ങളും സാധാരണ ടർപ്പായക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫണ്ണായിട്ടും അതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ചെയ്ത് നോക്കരുത് ഒരിക്കലും. നിങ്ങളോട് ഒരാളോട് ചെയ്ത് നോക്കാൻ പറയണല്ല, ചെയ്ത് നോക്കരുത്. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫൈഡ് പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇതുപോലെ ആരും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്. അപ്പോൾ ഇതെന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ആരും ട്രൈ ചെയ്ത് നോക്കരുത്. നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതി മാത്രം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഇത് പറക്കാൻ ചാൻസ് വളരെ കുറവാണ്. ജസ്റ്റ് എന്നാലും ഒരു ട്രൈ ചെയ്യുന്ന മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കൊണ്ട് തോന്നിയെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒരു തോന്നിയപ്പോൾ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഭ്രാന്ത് ഇത് ചെയ്യണം തോന്നി അങ്ങനെ ചെയ്തെന്ന് കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലും നല്ല നല്ല വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഐഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇൻസ്റ്റയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൽ കയറാം. അപ്പോൾ എന്താ പറയുക, ഇതിൽ നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ലൂഡോസിങ് ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യാം.